അങ്ങനെ അടുത്ത വണ്ടി ബ്രോ. ഇനി ഈ വണ്ടിയുടെ വിശേഷങ്ങളൊക്കെ എന്ന് പറഞ്ഞേ. ഇത് വില്ലീസ് മഹേന്ദ്രയുടെ. ഇത് മോഡൽ അതേ വണ്ടി? ഇത് 80 മോഡലാണ്. 1980 മോഡൽ വണ്ടിയാണിത്. 80 മോഡൽ. ആ, ഇത് ഫുൾ പണിതേക്കുന്നല്ലേ? വണ്ടി പണിതേക്കുന്ന. ഇതിപ്പോൾ നമ്മുടെ വെച്ചത് വന്നിട്ട് ഇപ്പോൾ എത്ര നാളായി? ഇപ്പം 1-2 വർഷം ആകുന്നു. 2 കൊല്ലമായല്ലേ? ഓക്കെ. നമ്മൾ ഇതിൽ എന്തൊക്കെ പണി ചെയ്തിട്ടുള്ളത് വണ്ടി എടുത്ത് ചെയ്യേണ്ട? അത് ഈ കണ്ടീഷനിൽ വന്ന വണ്ടിയാണ് ഇത്. ഇങ്ങനെ തന്നെയായിരുന്നു. ഈ വില്ലീസിൻ്റെ ഈ ഷേപ്പ് തന്നെയൊക്കെ തന്നെയായിരുന്നു? ഈ ഷേപ്പും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നല്ലേ കിട്ടിയ വണ്ടിയാണ്. ഈ പെയിൻ്റൊക്കെ നമ്മൾ ചെയ്താണോ? ഇല്ലല്ല, ആ ഈ പെയിന്റിൽ തന്നെ ഇങ്ങനെ തന്നെയാണ് വണ്ടി നമുക്ക് വന്നല്ലേ. ബക്കറ്റ് സീറ്റ് ആയിരുന്നു നേരത്തെ ഇരുന്നത്. അല്ലേ? മാരുതിയുടെ ബക്കറ്റ് സീറ്റ് ആയിരുന്നു ഇരുന്നത്. അത് മാറ്റിയിട്ട് നോർമലാക്കി ജീപ്പിൻ്റെ തന്നെ ആക്കി. ഒറിജിനൽ ടയർ എന്തോ ചെയ്യുന്ന പറഞ്ഞാൽ എന്താ? ടയർ വൈൽഡ് റിം ആയിരുന്നു ഉണ്ടായിരുന്നത്. സ്റ്റോക്ക് ക്രോസ് കട്ടർ ടയറും. അത് ഞാൻ കാണിച്ചു തരാം. നമ്മളെ ഫസ്റ്റ് ഇരുന്ന ടയർ ആയിരിക്കുന്ന അല്ലേ? ആ ടയർ ഫസ്റ്റ് ചെയ്തിരുന്നേ, അത് മാറ്റി നോർമൽ ടയർ ആക്കി അല്ലേ? ഓക്കെ. എന്നിട്ട് ഈ പെയിന്റ് റിമ്മിലേക്ക് ആഡ് ചെയ്യുകയും ചെയ്തു. ഈ റിമ്മിലേക്ക് ആഡ് ചെയ്തു. ഓക്കെ ഓക്കെ. അത് നിങ്ങൾ ചെയ്തതല്ലേ? ബാക്കി കാണുന്ന ഈ കാര്യങ്ങളും ലൈറ്റൊക്കെ വണ്ടി ഉണ്ടായിരുന്നല്ലേ? എല്ലാ വണ്ടിയും. ഓക്കെ. നമ്മൾ വേണ്ടി മെയിനായിട്ട് ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഷൂട്ടിങ്ങിൻ്റെ പർപ്പസിന് വേണ്ടിയില്ല യൂസ് ചെയ്യുന്നത്? ഓക്കെ ഓക്കെ. ഇതിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഇത് സാധാ നോർമൽ ജീപ്പിൻ്റെ മെയിൻ്റനൻസ് അല്ലേ? സ്പെയർ ഒക്കെയോ? സ്പെയറും ജീപ്പ് തന്നെയാണ്. സ്പെയർ ഒക്കെ കിട്ടാറുണ്ട്? സ്പെയർ ഒക്കെ ഇഷ്ടംപോലെ. വേറെ വിഷയങ്ങളൊന്നുമില്ല. ഇത് എവിടെ നിന്ന് സ്പെയർ ഒക്കെ നിങ്ങൾ വാങ്ങിക്കുന്നത്? മൂവാറ്റുപുഴയിൽ നിന്ന് കിട്ടുന്നുണ്ട്. മൂവാറ്റുപുഴയിൽ കിട്ടുന്നത് കോട്ടയത്തുണ്ട്, നമ്മുടെ ഈരാറ്റുപേട്ടയിലും ഉണ്ട്. പിന്നെ ഞാൻ കാണിച്ചിട്ട് ഇവിടെ ഉണ്ടല്ലോ, ഇതുപോലെ നോക്കി ഇഷ്ടം പോലെ ഇങ്ങനെ വണ്ടികളുണ്ട്. അങ്ങനെ പല മോഡൽ പല വണ്ടികളുണ്ട്, ബെൻസ് വരെ ഉണ്ട്. ഇതിപ്പോൾ കറക്റ്റ് സ്ഥലമാണെന്ന് പറഞ്ഞാൽ ഇത് തീക്കോയിലാണ് എൻ്റെ വീട്. കോട്ടയം അല്ലേ? കോട്ടയം ജില്ല, തീക്കോയി. വാഗമണ് പോകുന്ന റൂട്ട് തീക്കോയി. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ വണ്ടിക്ക് ഉണ്ടല്ലോ മെയിൻ്റനൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ മഹേന്ദ്ര ജീപ്പാ, അതിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ ഉള്ളൂ, വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ സർവീസൊക്കെ എങ്ങനെയാണ്? ഓയിൽ സർവീസൊക്കെ? ഇത് 5000 കിലോമീറ്റർ ഓയിൽ ചേഞ്ച് ചെയ്യുക, പിന്നെ ഗ്രീസ് അടിക്കുക. ഒരു 3000 നിൽക്കുമോ? അത് 3000 താഴെ നിൽക്കൂലേ? ഈ ഗ്രീസ് അടിക്കുന്ന വെച്ചാൽ അതിന് വലിയ എമൗണ്ട് ഒന്നും വരുന്നില്ല. അപ്പോൾ അതേ ഉള്ളൂ സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഈ വണ്ടി 4 വീൽ വരുന്നില്ല? 4 വീലില്ല, 2 വീലില്ല വണ്ടി? 2 വീലാണ്. 2 വീലല്ലേ? 2 വീല് 3+1 ഗിയർ ആണ് വരുന്നത്. അല്ല, പിന്നെ മൈലേജ് ആണ് ഏട്ടാ വണ്ടിക്ക്? മൈലേജ് 8 അല്ലേ? ഇന്റർനാഷണൽ 8 കിട്ടും അല്ലേ? എഞ്ചിനാണ് വരുന്നത്, പഴയ ഇന്റർനാഷണൽ എഞ്ചിനല്ലേ? അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഹീറ്റ് കൊടുക്കണം അല്ലേ? ഓക്കെ. നമ്മുടെ ഫിയറ്റ് കണ്ടാവില്ലേ അല്ലേ? പേപ്പറൊക്കെ ക്ലിയർ അല്ലേ വണ്ടി? ക്ലിയർ ആണ്. ഓക്കെ. ഇനി നമുക്ക് വണ്ടിയുടെ ലുക്ക് ഞാൻ കാണിച്ചു തരാം. ഈ എന്താ പറയുക, കടുവ സിനിമയിലൊക്കെ ഏതാണ്ട് ഈ ജീപ്പല്ല, ഇതുപോലത്തെ ഒരു ജീപ്പല്ല അതിൽ കണ്ടേക്കുന്നേ. ഈ ഒരു ഷേപ്പൊക്കെ ഇല്ലേ വണ്ടിക്ക്? അല്ലേ? ശരിക്കും പറഞ്ഞാൽ വൈപ്പർ മുകളിൽ നിന്ന് അതൊക്കെ വേറെ വെച്ചേക്കുന്നതല്ലേ? അത് വർക്ക് ചെയ്യും? അതെങ്ങനെയാണ് അതിൻ്റെ മെക്കാനിസം? കൈ കൊണ്ടല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ വണ്ടിയുടെ ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ ഇതാണ് നമ്മളൊരു പഴയ മോഡൽ. ഇത് ശരിക്കും പറയാം മിലിറ്ററി ജീപ്പ് ആ ഒരു സെറ്റപ്പ് ചെയ്തേക്കുന്നതല്ലേ വണ്ടി? US മിലിറ്ററി പാറ്റേൺ ഉണ്ടല്ലേ? ഈ പെയിന്റും അത് തന്നെയല്ലേ? ഇവിടെ എഴുതിയുണ്ടോ നോക്കി? US എന്നൊക്കെ എഴുതിയുണ്ട്, വേറെ നമ്പർ കാര്യങ്ങളൊക്കെ കാണാം. ഇത് ശരിക്കും ലൈറ്റ് തന്നെയാണ്? ഇത് തന്നെ ലൈറ്റ് തന്നെയാണ്. ചെറിയൊരു മിന്നാമിനിങ് പോലത്തെ ഒരു വെളിച്ചം പോലെ ഉണ്ടാവുമല്ലേ? ഈ ലൈറ്റ് അതെ, ഇതൊക്കെ വർക്കിംഗ് അല്ലേ? എന്നിട്ട് കാണിച്ചു തരാമോ? പിന്നെ നമ്മളെ സൈഡ് മിററൊക്കെ നോക്കി ഒക്കെ പഴയ സെറ്റപ്പ് ചെയ്തേക്കുന്നതല്ലേ? ഈ ബാക്ക് സീറ്റൊക്കെയോ ഈ ഷേപ്പിലാക്കിയോ അതൊക്കെയോ? ജീപ്പിന്റെ ഒറിജിനൽ സീറ്റ് തന്നെയാണ്. അല്ല, ഈ സീറ്റ് വണ്ടി വാങ്ങിച്ചപ്പോൾ ഉണ്ടായിരുന്നു, അത് നമ്മൾ ചെയ്യണോ? ഇത് നമ്മൾ തന്നെ ഫുള്ള് ഇന്ത്യയിൽ സീറ്റ് ഫുൾ അല്ലേ? ഇതും അതും അപ്പുറത്തെയും ഈ 2 സീറ്റ് നമ്മൾ ജയിച്ചതല്ലേ? ഓക്കെ. ഇനി ബാക്കി വണ്ടിയുടെ പുറത്തുനിന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ കാണുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഞാൻ മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം. കണ്ടോ? ഇവിടെ നിന്നൊക്കെ ഒരു അന്യായ ലുക്കാണ് വണ്ടിക്ക്. ഇവിടെ ഒരു ഹാങ്ങറൊക്കെ ഉണ്ട്. അതുപോലെ ബാക്കിൽ ഇതൊക്കെ ഊരാവുന്ന കൂടെ അല്ലേ? ഇത് സോഫ്റ്റ് ടോപ്പ് ആണ്, നമുക്ക് ഊരി മാറ്റാം അല്ലേ? ഇത് എടുത്ത് മാറ്റാം. ഈ പൈപ്പൊക്കെ പൊക്കിയെടുക്കാവുന്നതല്ലേ? അതെ അതെ. ഇവിടെ ലോക്കാക്കി വെക്കാല്ലേ? പിന്നെ ഇത് ഓപ്പൺ ടൈപ്പ് ജീപ്പല്ലേ? ഓപ്പൺ മോഡലാണ്. ഓക്കെ ഓക്കെ. അത് RCP മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലേ? അത് ടൂറിന് ഓപ്പൺ ചെയ്തിട്ടുണ്ടല്ലോ. ആ ഒരു പാറ്റേണിൽ തന്നെയാണ് വണ്ടി നിൽക്കുന്നു അല്ലേ? വേറെ വലിയ വലിയ സംഭവങ്ങളൊന്നും വണ്ടി ചെയ്തിട്ടില്ല. ഇല്ല. ഓക്കെ. ഇനിയിപ്പോൾ ഉള്ളത് ഈ സൈഡിലേക്ക് ഒന്ന് കഴിയുമ്പോൾ ഇവിടെ ഇൻഡിക്കേറ്റർ ഇവിടെ ഉണ്ടല്ലേ? ഫ്യൂൾ ടാങ്ക് ബാക്കിലല്ലേ വരുന്നത്? സാറിന്റെ ഫ്രണ്ടിലല്ലേ വരുന്നുണ്ട്? അത് ബാക്കിലേക്ക് മാറ്റിയേക്കുന്നല്ലേ? അടിയിലാണ് വന്നേക്കുന്നത്, നമ്മുടെ മറ്റേ ജീപ്പിന് വന്നേക്കുന്ന പോലെ. അതും കൂടി മാറ്റിയേക്കുന്നല്ല ബാക്കിലേക്ക് മാറ്റിയേക്കുന്നതാണ്. ഇത് ഇൻഡിക്കേറ്റർ അല്ലേ? ഇത് ഇൻഡിക്കേറ്റർ ഓൾറെഡി ഇവിടെ ഉള്ളവരണം കുഴപ്പമില്ല. അല്ല, ഇത് ഇൻഡിക്കേറ്റർ അല്ലേ? ഇത് അപ്പോൾ പിന്നെ ഇത് ബ്രേക്ക് ലൈറ്റ് അല്ലേ? റിവേഴ്സ് ഇല്ലല്ലേ? ഇത് റിവേഴ്സ് ഇല്ല അല്ലേ? ഓക്കെ. ഇത് നമ്മുടെ വാട്ടർ ക്യാൻ അല്ലെങ്കിൽ ഡീസലാണോ വാട്ടർ ക്യാൻ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു ഐഡിയ ഇല്ല. കുറച്ച് പേര് പറഞ്ഞു ഇത് ഡീസലാന്ന് പറഞ്ഞു, ചിലർ പറഞ്ഞത് വെള്ളം കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ലൈറ്റ് അല്ല, പണ്ടത്തെ വണ്ടികളിൽ ഒരു ചെറിയ മിന്നാമിന് ലൈറ്റ് പോലെ കാണുന്നല്ലേ? ഇത് വർക്കിംഗ് അല്ലല്ലേ ഇപ്പം? അല്ലല്ലേ? റിഫ്ലക്ടർ വെച്ചേക്കുന്നല്ലേ ഇവിടെ? ഓക്കെ ഓക്കെ. സാറിന് ചെറിയൊരു പൊടി വെട്ടോടെ കാണാമല്ലേ? പിന്നെ പൊടി വിളിച്ചാൽ കാണാമല്ലേ? ഓക്കെ ഓക്കെ. ഇത് ഗ്രീസ് അടിച്ചേക്കുന്നുണ്ടോ നോക്കി? ഇത് ഗ്രീസ് പോയിൻ്റൊക്കെ ഉണ്ട്, അത് ഞാൻ പറയാം. പിന്നെ നമ്പർ KT 300 അല്ലേ? പിന്നെ ബാക്കി ടയർ നമ്മൾ മാറ്റി വെച്ചേക്കുന്നതല്ലേ? അവിടെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പടുതയൊക്കെ നമ്മൾ ചെയ്യിച്ചാണോ? ഇതുള്ളതല്ലേ? ഇതങ്ങനെയുള്ളതല്ലേ? ഈ ഷേപ്പൊക്കെ വണ്ടിക്കകത്ത് ഓൾറെഡി ഇങ്ങനെ ഉള്ളതല്ലേ? ഓക്കെ. ആ ടൈപ്പ് മോഡൽ. ഏതാ എങ്ങനെ?
ഇതിന് പറഞ്ഞാൽ റൗണ്ട് മൽഗാർഡ് എന്നാണ് പറയുന്നത്. അല്ലേ, ഈ മൽഗാർഡാണ് ആ സമയത്ത് എല്ലാ വണ്ടികൾക്കും ഉണ്ടായിരുന്നു അല്ലേ. ഇവിടെ കണ്ടു ഒരു ചെറിയൊരു തടി കൊണ്ടൊക്കെ ചെയ്യുന്നുണ്ട് ചെറുതായിട്ട്. അതൊരു ബോറൊന്നുമില്ല കേട്ടോ. പിന്നെ ഈ കാണുന്ന സ്റ്റിക്കർ വർക്കൊക്കെ ഉണ്ടായിരുന്നല്ലോ, നമ്മൾ ഇതാണത് ഇല്ലല്ലേ ഈ വണ്ടിക്ക് അത് സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ. അത് നൈസായിട്ടത്. ഇത്രയൊക്കെ പുറത്തുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങളിലേക്ക് പോകാം. പിന്നെ അകത്തേക്ക് വന്ന് കഴിയുമ്പോഴത്തേക്കും സ്റ്റിയറിങ് സ്റ്റോക്കല്ല മാറിയേക്കുന്നല്ലേ, മാറിയേക്കുന്ന അത് പവർ സ്റ്റിയറിങ് ഇതിപ്പോൾ ആ കൊടുത്ത് മാറിയേക്കുന്നതായിരിക്കുമല്ലോ. ഇത് ഏത് വണ്ടിയാണെന്നല്ലോ അറിയാമോ? ഒരു ഐഡിയ ഇല്ലോ ആയിരിക്കില്ല. കാരണം കുറേ ഓൾട്രേഷൻ ചെയ്തേക്കുന്ന ഒരു ഹാൻഡിലാണെന്ന് തോന്നുന്നു. തോന്നുന്നു. കാരണം കുറേ ഹോണിൻ്റെ ഇതൊക്കെ കുറേ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്തേക്കുന്നല്ലേ. അപ്പോൾ ഇതിൻ്റെ മീറ്ററും കാര്യങ്ങളൊക്കെ ഇത് സ്പീഡോമീറ്റർ അല്ലേ. ഇത് മറ്റേ ഹീറ്റിൻ്റെ അല്ലേ. ഇത് ഇപ്പഴാണ് ഫ്യൂവലിൻ്റെ അല്ലേ. ഈ 3 മീറ്റർ ഉള്ള വണ്ടിക്കത്. പിന്നെ വരുന്നത് സ്റ്റോപ്പർ അല്ലേ. ഈ കാണുന്നോ അത് ഇൻഡിക്കേറ്ററിനാണ് സെപ്പറേറ്റ് ആക്കിയേക്കുന്നത്. ഓക്കെ ഓക്കെ. ഇത് അതും ഫ്രണ്ടിലത്തെ ലൈറ്റിൻ്റെ ആണ് അല്ലേ. വർക്കിംഗ് ആണത്. നല്ലൊരു വർക്കിംഗ് ആയിരുന്നു. ഇപ്പം നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല. ഓക്കെ ഓക്കെ. പിന്നെ ഇതാണ് ഒരു ഗ്ലോ ബോക്സ് ഉണ്ട് ഇവിടെ. ഇതൊക്കെ തുറക്കാൻ പറ്റുന്നതായിരിക്കും അല്ലേ. തുറക്കാൻ പറ്റുന്നു. ഇതൊക്കെ ഇട്ടപ്പോഴത്തേക്ക് ഒരു ഓണാക്കിയപ്പോഴത്തേക്ക് ഒരു ലൈറ്റൊക്കെ കത്തിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നമ്മുടെ ഹീറ്ററിൻ്റെ സ്വിച്ച് ഒന്നും വരുന്നില്ല അല്ലേ. ഈ താക്കോലത്തിനെ പ്രസ് ചെയ്തിട്ട് അടിക്കുക അല്ലേ. ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതിപ്പോൾ പെട്ടെന്ന് സ്റ്റാർട്ടായല്ലേ. ഓക്കെ ഓക്കെ. പിന്നെ ഗിയർ ഇതെങ്ങനെയാണ്? ഇത് 4 ആണോ 3 ആണോ? 3+1 3 ഫോർവേഡും റിവേഴ്സും അല്ലേ. ഓക്കെ ഓക്കെ. വേറെ എടുത്ത് പറയാൻ മാത്രം വണ്ടിക്കകത്ത് ബാക്കിലൊക്കെ ഒരു ഒരാൾക്കല്ല അപ്പുറം ഇപ്പുറം ഇരിക്കാല്ലേ. പക്ഷെ അപ്പുറം ഇരിക്കാൻ സ്പേസ് കുറവല്ലേ. ഇത് കിട്ടി രണ്ടുപേർക്ക് ഇരിക്കാം. അല്ല ഇത് കിട്ടിയപ്പോഴും സീറ്റ് ഈ ഷേപ്പ് തന്നെയായിരുന്നു അപ്പുറം ഇപ്പുറം? ഇല്ല, സീറ്റുകളൊന്നും ഇല്ലായിരുന്നല്ല ബാക്കിൽ. അപ്പം ഏറ്റവും കൂടുതൽ സെറ്റായിട്ട് തോന്നുന്നത് ഈ വൈപ്പർ കേട്ടോ. നമ്മുടെ പഴയ ഓട്ടോറിക്ഷയ്ക്കകത്തൊക്കെ ഇങ്ങനെ കണ്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോറിക്ഷയുടെ വൈപ്പറാണ്. ഏത് നമ്മുടെ പഴയ ഓട്ടോറിക്ഷയുടെ വൈപ്പറാണ് ഇത്. അതൊക്കെ കിട്ടാറുണ്ടല്ലേ. അത് കിട്ടാൻ ഞാൻ തൃശ്ശൂർ പോയപ്പം എന്റെ ഫ്രണ്ട് എടുത്ത് വാങ്ങിച്ചെന്നാണ്. അല്ലേ, നമ്മൾ ചെയ്താണ് ഇത് വൈപ്പർ. ഇത് നമ്മൾ തന്നെ ചെയ്താണ്. അപ്പം മറ്റേ അതിൻ്റെ ഹോളൊക്കെ നമ്മൾ ഹോൾ ഉണ്ടായിരുന്നല്ലേ. ഓക്കെ ഒന്നുമില്ല. അപ്പോൾ ഇതൊക്കെ അകത്തെ കാഴ്ചകൾ. ഇത് നമുക്ക് എഞ്ചിൻ റൂം ഒന്ന് കാണാം. അടിപൊളി. ഇത് മറ്റേ ജിപ്പിൻ്റെ കണ്ട പോലെ അല്ല. ഇതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ കൂടുതലുണ്ടല്ലേ. പവർ ബ്രേക്കിൻ്റെ വന്നേക്കുന്നതല്ലേ. മാരുതി 800-ൻ്റെ അല്ല വന്നേക്കുന്നത്. പിന്നെ വരുന്നത് ഓൾട്ടർനേറ്റർ. ഇത് 800-ൻ്റെ ആണല്ലേ. കൂടുതൽ ഐഡിയ ഇല്ല. പക്ഷെ 800-ൻ്റെ ജീപ്പിൽ ഷൂട്ട് ആവുന്നല്ലോ സാധാരണ. ജീപ്പിൽ 800-ന് ഷൂട്ട് ആവുന്നല്ലേ. 800-ന് കറക്റ്റാണ് അല്ലേ. ഇത് വേറെ ചെയ്തേക്കുന്നതല്ല പവർ ബ്രേക്ക് വന്നേക്കുന്നത്. പിന്നെ ചെയ്തേക്കുന്നത് നമ്മുടെ പവർ സ്റ്റിയറിങ്. അതിൻ്റെ ഒരു വലിയ കാര്യമുണ്ട്. കാരണം ഇവിടെ പറഞ്ഞുണ്ട് ഇതൊക്കെ അതിൻ്റെ ഭാഗങ്ങളല്ലേ ഈ കാണുന്നതെല്ലാം. ഉണ്ട്. ഇത് നേരിട്ട് കണക്ഷൻ വന്നിട്ട് ഇവിടുന്ന് കയറി തിരിഞ്ഞ് ഇതിനൊക്കെ പോയേക്കോട്ടോ. ഇതാണ് ഇവിടെ ഓയിൽ വയ്ക്കുന്നത് ഇതിൻ്റെ അകത്തല്ലേ. പിന്നെ അതിൻ്റെ ഒരു അല്ലേ. നമ്മൾ ഈ വണ്ടി കൊണ്ട് ലോങ്ങൊക്കെ പോകുന്നല്ലേ. ഏറ്റവും കൂടുതൽ എവിടെ വണ്ടി കൊണ്ട് പോയേക്കുന്നത്? ഞങ്ങളൊരു ഡിസംബറിൽ നെല്ലിയാമ്പതിക്ക് പോയായിരുന്നു. നെല്ലിയാമ്പതിക്കാ? അപ്പം നെല്ലിയാമ്പതിയൊക്കെ പോയിട്ട് വന്നതല്ലേ. നമുക്കിതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചാലോ. ഒന്ന് സ്റ്റാർട്ടാകാൻ വേണ്ടി. ഇനിയിപ്പോൾ പെട്ടെന്ന് സ്റ്റാർട്ടാകുമായിരിക്കും അല്ലേ. മറ്റേ ഇനിയിപ്പോൾ ഹീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരിക്കും അല്ലേ. രാവിലെ ഒരു തവണ വിഷയം വരുന്നതല്ലേ. പിന്നെ കുഴപ്പമില്ല. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാൻ പോകട്ടോ. സൗണ്ട് ഭയങ്കര രസമല്ലേ. സൗണ്ട് ഭയങ്കര രസമല്ലേ. നൈസായിട്ടോ നോക്കി. ഇപ്പോഴും കറക്റ്റാണ് അതിൻ്റെ അകത്ത്. ഒന്ന് റേസ് ചെയ്യുമോ ചെറുതായിട്ട്? ചെയ്യാം. അത് കാണിച്ചേ. ഇത്ര സിമ്പിളാല്ലേ. നോക്കി നോക്കി. ഈ റൂഫൊന്ന് വയ്ക്കാൻ പറ്റുമോ? തന്നെ വയ്ക്കാൻ പറ്റുമോ? ഓ, അവിടെ നിന്ന് വലിച്ചെടുക്കുമല്ലേ. ഇപ്പം തന്നെ ലുക്ക് മൊത്തം മാറിപ്പോയിട്ടുണ്ടേ. വേറെ രീതിയിലായി. ബെൽറ്റല്ലേ ഇത്? ഇത് പൈപ്പല്ല അല്ലേ? ആ ഓക്കെ ഓക്കെ. ഇത് ബെൽറ്റാട്ടോ.
ഓക്കെ അയച്ചിട്ട് അതേ മടക്കും. മടക്കി വെക്കണോ അങ്ങോട്ടേക്ക്? ഒരു മാറ്റമാണോ അത്? ഒരു മാറ്റം. ഓക്കെ നമുക്ക് കാണാം കേട്ടോ. ഇവിടെ നെറ്റും പൊളിട്ടൊന്നും ഇല്ല അല്ലേ? ചുമ്മാ പൊക്കി എടുക്കുക അല്ലേ? ആ അല്ല ഇവിടെ അത് വെക്കാനുള്ള സ്ഥലം ഉണ്ടല്ലേ? ഇതിലേക്ക് ഇട്ട് വെക്കുമല്ലേ? അത് കൊള്ളാലോ. ഇരുന്നോ? വണ്ടിയുടെ ഓവറോൾ ലുക്ക് മൊത്തം മാറിപ്പോ കേട്ടോ. കണ്ടോ? ഇപ്പോൾ വേറെ സ്റ്റൈലായി. ഈ ഗ്ലാസ് ഫോൾഡ് ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ട് ചെയ്യുമ്പോൾ അതെങ്ങനെ ചെയ്യുന്നത്? അത് രണ്ട് സൈഡ് ഓ അത് വെക്കാനാലേ ഇവിടെ ഒരു ഇതി മുട്ടിയല്ലേ നിൽക്കുന്നേ. നൈസാട്ടോ അത്. അടിപൊളി. ഇപ്പം നോക്കിയേ വണ്ടിയുടെ വണ്ടി വേറെ ലെവലായിട്ടോ നോക്കി. ഇപ്പോഴാണ് വണ്ടി ഒരു കറക്റ്റ് ആ സ്റ്റൈലിലേക്ക് വന്നത്. നമുക്കൊന്ന് ഓടിച്ചു പോയില്ലേ വണ്ടി പുറത്തിറങ്ങി? ആ ഓൾമോസ്റ്റ് എല്ലാം കേട്ടോ. നമുക്ക് എല്ലാം കൂടെ ഒന്നും പറയാൻ പറ്റില്ല. അപ്പം ഇനി പറയാനുള്ള വണ്ടി ഒരു ബെൻസുണ്ട്, അംബാസഡർ ഉണ്ട്, പിന്നെ വേറെ ഏതാണുള്ളത്? നമ്മുടെ ജിപ്സി ഉണ്ടല്ലോ, സെയിലുള്ള വണ്ടിയില്ലേ ഇത്? അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ പറയാം കേട്ടോ. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. പിന്നെ വേറെ സെയിലുള്ള വണ്ടി ഏതാണുള്ളത്? ഷവർലെ സെയിലല്ലേ? ഡീസൽ വണ്ടിയല്ലേ? ഓക്കെ. അപ്പോൾ ജിപ്സിയൊക്കെ കുറേ പേര് നോക്കുന്ന വണ്ടിയായിരിക്കും. ഇത് പെട്രോൾ വണ്ടിയല്ലേ? ഓക്കെ, അതിൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ പറയാം കേട്ടോ വരുന്ന വഴിക്ക്. അതുപോലെ ഈ വണ്ടി അതെയോ? ഇത് കൊടുക്കാനുള്ളതാണോ? MM540 അല്ലേ? അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫുൾ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും വരുന്ന വഴിക്ക്. അപ്പോൾ തൽക്കാലം നമ്മളിവിടുന്ന് പോവാം. അപ്പോൾ ഓക്കെ ബ്രോ, താങ്ക് യു. ഓക്കെ, കാണാം.